വിവാഹം എന്നുള്ളത് ഒന്നിൻ്റെയും അവസാന വാക്കല്ല. സ്വന്തം കാര്യത്തിൽ വരികയാണെങ്കിൽ എനിക്കുണ്ടായിരുന്നത് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരുന്നു. പറയാനും കേൾക്കാനും ഒക്കെ വേദനിക്കുന്ന ഉത്തരമാണെങ്കിൽ അത് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ഇരുന്നത് അത് തികച്ചും ഏറ്റവും വ്യക്തിപരവും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നതുമാണ് ഒരു സ്വകാര്യത. എത്ര വലിയ സുഖ സൗകര്യങ്ങളിൽ കഴിഞ്ഞാലും ഒരു സ്ത്രീക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടായിരിക്കണം. ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെട്ടപ്പോഴും യാത്ര ചെയ്യാൻ വണ്ടിയില്ലാത്ത അവസ്ഥ വന്നപ്പോഴും മഞ്ജു തളർന്നില്ല. തന്റെ കഴിവിൽ, അതായത് നൃത്തം, അഭിനയം, ഇതിലൊക്കെ വിശ്വാസമുള്ളത് കൊണ്ടാണ്. എനിക്ക് ജോലി ചെയ്യാൻ അറിയാം, ഞാൻ ജീവിക്കും എന്നുള്ള ആത്മവിശ്വാസം ഓരോ പെൺകുട്ടിക്കും ഉണ്ടാകണം. വിവാഹം എന്നുള്ളത് ഒന്നിൻ്റെയും അവസാന വാക്കല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിക്കുന്ന കുട്ടികൾ ഇന്നുണ്ട്. വിവാഹം വേണോ വേണ്ടയോ അതല്ല, വിവാഹം വേണോ വേണ്ടയോ എന്ന് സ്വന്തം തീരുമാനമായിരിക്കണം എന്ന് ഉറപ്പിച്ചിട്ടുള്ള പെൺകുട്ടികളെ കാണാം. അതിലും ഭംഗി എനിക്ക് തോന്നിയത് അതിന് പൂർണ്ണമായി പിന്തുണ കൊടുത്തുകൊണ്ട് അവരുടെ ഒപ്പം നിൽക്കുന്ന മാതാപിതാക്കളെയും കാണുമ്പോഴാണ് ശരിക്കും ഈ നമ്മുടെ സമൂഹം സത്യത്തിൽ മാറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്നുള്ള വളരെ ശുഭകരമായിട്ടുള്ളൊരു പ്രതീക്ഷ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി എൻ്റെ സ്വന്തം കാര്യത്തിൽ വരികയാണെങ്കിൽ എനിക്കുമുണ്ടായിരുന്നു ഒരു ബക്കറ്റ് ലിസ്റ്റ്. ഇത് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായിട്ട് എഴുതി വെക്കുക, അതിൽ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ടിക്ക് ഇടുക എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്ത മനസ്സുഖം കിട്ടുന്ന ഒരു കാര്യമാണ്. എനിക്കുണ്ടായിരുന്നത് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരുന്നു കേട്ടോ. ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ചെയ്യുന്നുമുണ്ട്. നീന്തൽ പഠിക്കണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ വളരെ ബേസിക് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെ അറിയുള്ളൂ, എങ്കിലും അത് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ബൈക്ക് റൈഡ് എന്ന് പറയുന്നത് കുട്ടിക്കാലം എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ പിന്നിൽ ഇരുന്ന് എല്ലാവർക്കും അത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അച്ഛൻ്റെ കൂടെ ബൈക്കിൽ പോയിട്ടുള്ള ഏതൊരു പെൺകുട്ടിക്കുമുള്ളൊരു സ്വപ്നമായിരിക്കും എന്തെങ്കിലും ബൈക്ക് ഓടിക്കാൻ പഠിക്കുക. What I would say, every woman is powerful in her own way. அது குறிப்பா இந்த பவர்ஃபுல்னு சொல்றதுக்கு இட்ஸ் நாட் that you speak aloud, ரொம்ப சத்தமா பேசுறதோ இல்லை எல்லாத்துக்கும் ரியாக்ட் பண்றதோ, சும்மா அப்படியே எல்லாரையும் மிரட்டி பேசுறதோ அப்படி இல்லை. that need not be powerful. Sometimes silence can be the most powerful thing you can see to ஏதாவது if you it takes a lot of courage not to react to something. Even silence illa not reacting, maintaining your calm during something requires a lot of courage. That is also strength. So it need not be like speaking for everything that you come across. And idhila paakumbodhu every woman alive is powerful, and I think every woman should realize that. അല്ലെങ്കിലും ആഗ്രഹം തീർന്നിട്ടൊന്നും അല്ല പോയത്. അത് നല്ല രീതിയിൽ നിൽക്കുമ്പോൾ നിർത്തണം തോന്നി നിർത്തി. ഇനി യു നെവർ നോ, ഒന്നും നാളെ എന്താ സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനൊന്നും പറയുന്നില്ല. ഇല്ല, അത് പറയാനും കേൾക്കാനും ഒക്കെ വേദനിക്കുന്ന ഉത്തരമാണെങ്കിൽ അത് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ഇരുന്നത് അത് തികച്ചും ഏറ്റവും വ്യക്തിപരവും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നതുമാണ് ഒരു സ്വകാര്യത എന്നുള്ളത്. നമസ്കാരം കൂട്ടുകാരെ. മലയാള സിനിമയിൽ ഒരുപാട് നടിമാരുണ്ട്. പക്ഷേ മഞ്ജു വാര്യർക്ക് മലയാളികളുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. കരിയറിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ പ്രണയിച്ച് വിവാഹം കഴിഞ്ഞ് അഭിനയം നിർത്തിപ്പോയ ആ പഴയ പെൺകുട്ടിയല്ല ഇന്ന് മഞ്ജു. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെടാമോ അതൊക്കെ നഷ്ടപ്പെട്ടിട്ടും ഫീനിക്സ് പക്ഷി പോലെ ഉയർത്തെഴുന്നേറ്റ ഒരു കഥയാണത്. ഇന്ന് മഞ്ജുവിന്റെ അമ്മയുടെ വിശേഷങ്ങൾക്കൊപ്പം അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ആ പഴയ കാലത്തെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം. 1998 മലയാള സിനിമയെ ഞെട്ടിച്ചുകൊണ്ട് ദിലീപും മഞ്ജുവും വിവാഹിതരാകുന്നത്. അന്ന് മഞ്ജുവിന് വെറും 19 വയസ്സ്. പിന്നെ നീണ്ട 14 വർഷം മഞ്ജുവിനെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടേയില്ല. ആ കാലം അത്രയും ദിലീപിന്റെ വീട്ടമ്മയായും മകൾ മീനാക്ഷിയുടെ അമ്മയായിട്ട് അവർ ഒതുങ്ങിക്കൂടി. ദിലീപ് സിനിമയിലെ സൂപ്പർ താരമായിട്ട് വളരുമ്പോഴും മഞ്ജു തിരശ്ശീലയ്ക്ക് പിന്നിലായിരുന്നു. എന്നാൽ 2012 ആ ഒരു ബന്ധത്തിൽ വിള്ളലുകൾ വീണു തുടങ്ങി. ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള സൗഹൃദത്തെ ചൊല്ലിയുള്ള വാർത്തകൾ അക്കാലത്ത് സജീവമായിരുന്നു. ഒടുവിൽ എല്ലാവരെയും വിഷമിപ്പിച്ചുകൊണ്ട് തന്നെ ആ ഒരു ദാമ്പത്യം അവസാനിച്ചു. വേർപിരിയുന്ന ടൈമില് മഞ്ജു ഏറ്റവും കൂടുതൽ വേദനിച്ചതും മകൾ മീനാക്ഷിയുടെ കാര്യത്തിലാകും. അച്ഛനോടൊപ്പം പോകാനായിരുന്നു മീനാക്ഷിയുടെ തീരുമാനം. സ്വന്തം മകൾ കൂടെ ഇല്ലാത്ത ആ ദിനങ്ങൾ ഒരു അമ്മ എന്ന നിലയിൽ മഞ്ജുവിന് എത്രത്തോളം കഠിനമായിരുന്നു എന്നിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ മകളെ കുറിച്ചോ ദിലീപിനെ കുറിച്ചോ പിന്നീട് അദ്ദേഹം കാവ്യ മാധവനെ വിവാഹം കഴിച്ചതിനെ കുറിച്ചോ ഇന്നേ വരെ മോശമായിട്ടുള്ള ഒരു വാക്കുപോലും മഞ്ജു പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. ആ മൗനമാണ് മഞ്ജുവിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത്.
വീട് വിട്ട് ഇറങ്ങിയപ്പോൾ മഞ്ജുവിന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു എന്ന്, ജോയിന്റ് അക്കൗണ്ടുകൾ വരെ ഫ്രീസ് ചെയ്യപ്പെട്ടു എന്നായിരുന്നു ഭാഗ്യലക്ഷ്മി, അതായത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്നത്. സ്വന്തമായി ഒരു വണ്ടി പോലും ഇല്ലാതെ കയ്യിൽ പണമില്ലാതെ നിൽക്കുന്ന മഞ്ജുവിനെ കുറിച്ച് എനിക്ക് ഡാൻസ് ചെയ്തേ പറ്റൂ ചേച്ചി എന്ന് മഞ്ജു ഭാഗ്യലക്ഷ്മിയോട് പറഞ്ഞതും, ജീവിക്കാൻ വേറെ വഴിയില്ല എന്ന് അന്ന് മഞ്ജു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ ഒരു ആഡംബര ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി വന്നത് തന്റെ അന്തസ്സ് പണയപ്പെടുത്താൻ തയ്യാറാവാത്തത് കൊണ്ട് തന്നെയായിരുന്നു. ഇവിടെയാണ് നടി മഞ്ജു വാര്യരുടെ അമ്മയെ കുറിച്ച് നമ്മൾ പറയേണ്ടത്. അച്ഛന്റെ മരണശേഷം ആ അമ്മ തളർന്നു പോകുമെന്ന് കരുതിയ മക്കൾക്ക് മുന്നിൽ അമ്മ ഒരു അത്ഭുതമായി. 60കളിൽ നൃത്തവും പഠിച്ചു. എഴുതിയും യാത്രകൾ പോയിട്ടും അമ്മ സ്വന്തം സന്തോഷവും കണ്ടെത്തി. ഈ അമ്മയാണ് മഞ്ജുവിന് കരുത്തായത്. ആഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം വേണമെന്നും അതിനായിട്ട് പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് മഞ്ജു ഇന്ന് ഉറക്കെ പറയുന്നതും സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്. ഇന്ന് നമുക്കറിയാം മഞ്ജു വാര്യർ തമിഴിലും മലയാളത്തിലും മുൻനിര നായികയാണ്. അജിത്തിനോടൊപ്പം ധനുഷിനോടൊപ്പം ഒക്കെ തിളങ്ങി നിൽക്കുകയാണ്. ദിലീപും കാവ്യയും മീനാക്ഷിയും അവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മഞ്ജു തന്റെ ലോകം സ്വയം കെട്ടിപ്പടുത്തും. വിവാഹം ഒന്നിന്റെയും അവസാനമല്ല എന്നും തളർന്നു വീഴുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നതാണ് യഥാർത്ഥ വിജയമെന്ന് അവർ തെളിയിക്കുകയും ചെയ്തു. ഇന്ന് മഞ്ജു വെറും ഒരു നടി മാത്രമല്ല, ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ഒരു പ്രതീക്ഷ തന്നെയാണ്. മഞ്ജു വാര്യരുടെ ജീവിതം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് വെറും ഒരു താരത്തിന്റെ കുടുംബകഥയായിട്ടല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിലെ വലിയൊരു മാറ്റത്തിന്റെ ഒരു സൂചനയാണ്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള 3 പ്രധാന പാഠങ്ങളുണ്ട്. ഒന്ന്, നിശബ്ദതയുടെ കരുത്ത്. പലപ്പോഴും ഒരു വേർപിരിയൽ ഉണ്ടാകുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്താനും ചെളിവാരി എറിയാനുമൊക്കെ ആളുകൾ ശ്രമിക്കാറുള്ളത്. ദിലീപോ കാവ്യ മാധവനോ മീനാക്ഷിയോ അവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോയപ്പോഴും മഞ്ജു തിരഞ്ഞെടുത്തത് മാന്യമായിട്ടുള്ള മൗനമായിരുന്നു. മറ്റൊരാളെ താഴ്ത്തി കെട്ടാതെ തന്നെ തനിക്ക് ഉയരാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. വിവാദങ്ങളിലല്ല, മറിച്ച് കഠിനാധ്വാനത്തിലാണ് കാര്യമെന്ന് മഞ്ജു ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യമാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠവും ഇത് തന്നെയാണ്. എത്ര വലിയ സുഖ സൗകര്യങ്ങളിൽ കഴിഞ്ഞാലും ഒരു സ്ത്രീക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടായിരിക്കണം. ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെട്ടപ്പോഴും യാത്ര ചെയ്യാൻ വണ്ടിയില്ലാത്ത അവസ്ഥ വന്നപ്പോഴും മഞ്ജു തളർന്നില്ല. തന്റെ കഴിവിൽ, അതായത് നൃത്തം, അഭിനയം, ഇതിലൊക്കെ വിശ്വാസമുള്ളത് കൊണ്ടാണ്. എനിക്ക് ജോലി ചെയ്യാൻ അറിയാം, ഞാൻ ജീവിക്കും എന്നുള്ള ആത്മവിശ്വാസം ഓരോ പെൺകുട്ടിക്കും ഉണ്ടാകണം. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് പ്രായം എന്ന് പറയുന്നത് വെറും അക്കം മാത്രം. മഞ്ജുവിന്റെ അമ്മ 60കളിൽ പുതിയ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയതും മഞ്ജു തന്റെ 30കളുടെ അവസാനത്തിൽ കരിയർ റീസ്റ്റാർട്ട് ചെയ്തതും നമുക്ക് നൽകുന്ന സന്ദേശം ഒന്നാണ്: പഠിക്കാനും വളരാനൊന്നും ഒരു പ്രായം ഒന്നും തടസ്സമല്ല എന്നുള്ളത്. വിവാഹം കഴിഞ്ഞാലോ ഒരു ബന്ധം തകർന്നാലോ ജീവിതം അവസാനിക്കുന്നില്ല. പുതിയൊരു തുടക്കം ഏത് പ്രായത്തിലും സാധ്യമാണ്. കൂട്ടുകാരെ, മഞ്ജു വാര്യർ ഇന്ന് നമുക്കൊരു അതിജീവിത എന്നതിലുപരി ഒരു വിജയി കൂടിയാണ്. അതായത് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിലല്ല, നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിലാണ് കാര്യം. സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക, പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോവുക. മഞ്ജുവിനെ പോലെ, മഞ്ജുവിന്റെ അമ്മയെ പോലെ കനലിലും വിരിയാൻ പഠിക്കുക. ഈ ഒരു പോസിറ്റീവ് ചിന്തയോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.